കണ്ടോ, ഇത് എത്ര വർഷം പഴക്കമുണ്ടെന്നൊന്നും അറിയത്തില്ല. വിമലേട്ടന് അറിയാൻ തോന്നുന്നു കേട്ടോ. വിമലേട്ടന് പ്രായം ഉണ്ടെന്ന് തോന്നുന്നു. എന്റെ പ്രായമല്ല, 1200 വർഷം ഞങ്ങളിവിടെ ക്ലീനിങ് ആണ് ഗൈസ്. അതിന്റെ ഇടയ്ക്ക് കിട്ടിയതാണ് ശരറാന്തൽ. നിങ്ങൾ കണ്ടിട്ടുണ്ട് ഗൈസ്, മാൾട്ടയിലെ ശരറാന്തലാണ് ഇത്. ബക്കറ്റോ തൊട്ടിയോ എന്താണ് ഗൈസ്, നിങ്ങൾക്കറിയാമോ അതിന്റെ പേര്? ഫൈൻ പണ്ട് സേവ് ചെയ്തിരിക്കുന്ന ഒരു കുടവും കൂടെ നമ്മുടെ പൊട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇത് ഇപ്പം ആരും എന്തിനും ഉപയോഗിച്ചത് എനിക്കറിയാം. വിമലേട്ടൻ ചേട്ടാ, നമുക്ക് അതിനകത്ത് പൂ വെച്ചിട്ട് ചെടി ഇത് നമ്മുടെ പൂ വെച്ചാലോ ഫ്രണ്ടില് നമുക്ക്, അല്ലേ? എന്തിനാ എടുത്ത് വെക്കുന്നേ? ആ മണ്ണുണ്ട്, നമുക്ക് ഇതില് ഫ്ലവർ വെച്ച് നോക്കാം ഗൈസ്. കിട്ടിയ ഇവിടെ ഇതിവിടെ കൊണ്ടുവച്ചേക്കാം. എനിക്ക് കുറെ ലൈബ്രറി ബുക്ക് ഇവിടെ വെച്ചിട്ട് പോയതാണ്. ഇതൊക്കെ പൊടി പിടിച്ചൊരു പരുവായി. ഇന്ന് ഞാനത് ക്ലീൻ ചെയ്യാണ്. ഇതുവരെ വായിക്കാൻ ഞാൻ മെനക്കെട്ടിട്ടില്ലാത്തതുകൊണ്ട് ഇതിന്റെ പൊടിയെല്ലാം കളഞ്ഞ് ഞാൻ മുകളിലേക്ക് കയറ്റി വെക്കുന്നതാണ് ഗൈസ്. ഒളിമ്പിക്സിൽ പങ്കെടുത്തപ്പോ കിട്ടിയ മെഡൽ പറയില്ല, ഞാൻ രഹസ്യമായിട്ട് വെച്ചേക്കുന്നതല്ലേ ചേട്ടാ. അതെ, ഒളിമ്പിക്സ് മെഡൽ ഇവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് ഗൈസ് ഇവിടെ വേറെ ഒളിമ്പിക്സ് ഒന്നും നടക്കാത്തത്. ഞാൻ കൊടുത്താൽ മാത്രമേ ഇത് നടക്കുള്ളൂ. ഇത് നമുക്ക് മറ്റേ ഇതിട്ട് ഗൈസ്, ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന മറ്റേ മണ്ണെണ്ണ സ്റ്റവ്. ഇവരെന്തായിരിക്കും ഇതിനകത്തിൽ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്ക് ഇതിനെ പറ്റി പഠനം നടത്തിയാലോ? ഇതിലെന്തോ കിടപ്പുണ്ട് കേട്ടോ. എനിക്കൊന്ന് പെട്രോളോ ഡീസലോ ഇതുണ്ടാന്ന് തോന്നുന്നു. കൊള്ളാം എന്തായാലും. പഴയ ജഗ്. എന്റെ ഓണർ ഭയങ്കര ആന്റിക് സാധനങ്ങൾ ശേഖരിച്ചു വെക്കുന്ന ആളാണ് ഗൈസ്. അതുകൊണ്ടാണ് ഇതെല്ലാം ഞങ്ങളിപ്പോ വൃത്തിയാക്കേണ്ട അവസ്ഥ വന്നത്. ഇതെന്താ മണ്ണെണ്ണ സ്റ്റവാ? ഇത് സ്റ്റവാണ് ഗൈസ്. നമ്മുടെ നാട്ടിലൊക്കെ പണ്ടുണ്ടായിരുന്ന വേറൊരു തരം മണ്ണെണ്ണ സ്റ്റവ്. ഇത് കണ്ടോ, ഇത് ഈ മറ്റേ ഇങ്ങനെ ഇത് ചെയ്യുന്നത് അല്ലേ, തിരിക്കുന്നത്. വാവ്, നിങ്ങൾ ഈ മാൾട്ട വന്നിട്ട് ഇതൊന്നും കണ്ടിട്ടുണ്ടാവില്ല.